Hello everyone, welcome to my channel. Today I am going to discuss regarding OET reading part B, especially how to tackle purpose based question. Let's start. ഇന്ന് നമ്മൾ പാർട്ട് ബിയിലെ പേർപ്പസ് ബേസ്ഡ് ക്വസ്റ്റിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നതിനെ പറ്റി നോക്കാം. അതിനു മുമ്പായിട്ട് ഈ പേർപ്പസ് ബേസ്ഡ് ക്വസ്റ്റിനെ ഡീൽ ചെയ്യാൻ കുറച്ച് ട്രിക്സ് ഉണ്ട്. അത് ഞാനിവിടെ പറയാം. നിങ്ങളുടെ പ്രാക്ടീസ് ടൈമിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നു എന്ന് അതിനുശേഷം നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇതിൽ പറയാവുന്നതാണ്. നമ്മളെല്ലാവരും ഒയിറ്റിൽ റൈറ്റിംഗ് ലെറ്റർ എഴുതും അല്ലേ? അപ്പോൾ നമ്മൾ പേർപ്പസ് എവിടെയാണ് എഴുതുന്നത്? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലാണ് നമ്മൾ നമ്മുടെ പേർപ്പസ് എഴുതുന്നത്. അതുകൂടാതെ നമ്മുടെ കൺക്ലൂഷനിലും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അത് സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മുടെ റീഡിങ്ങിലും യൂസ് ചെയ്യുന്നത്. ഒരു 90% നമുക്കിത് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ റീഡിങ്ങിൻ്റെ ടെക്സ്റ്റിൽ ഫസ്റ്റ് 2 to 3 ലൈൻസിനുള്ളിൽ ഒരു പേർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കാം. 90% ആണ്, 100% അല്ല, 90%. അതുപോലെ തന്നെ ഫസ്റ്റ് 2 to 3 ലൈൻസിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ലാസ്റ്റ് 2 to 3 ലൈൻസ് നിങ്ങൾ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കാണാൻ കഴിയും. അതും അല്ല എങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പാരഗ്രാഫിൽ എവിടെയെങ്കിലും കണക്റ്റേഴ്സ് ആയിട്ടുള്ള therefore, hence, so, as a result, as the consequence of ഈ കണക്റ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഒരിക്കൽ കൂടി പറയാം, therefore, hence, so, as a result, consequence of. ഈ ഏതെങ്കിലും കണക്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിലോ അത് കഴിഞ്ഞുള്ള സെൻറ്റൻസിലോ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ 2 ടിപ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദിസ് പ്രൊസീജിയർ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ പ്രൊസീജിയർ? അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആൻസർ ഓപ്ഷൻസ് വായിക്കുക. ആൻസർ ഓപ്ഷൻ വായിക്കുമ്പോൾ നമ്മൾ ഓരോ ആൻസറും വായിക്കുമ്പോൾ നമുക്ക് അവ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആൻസറിലോട്ട് കറക്റ്റായിട്ടുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ. ആൻസർ ഓപ്ഷൻ വായിച്ചതിന് ശേഷം നമ്മുടെ പാരഗ്രാഫ് വായിക്കാവുന്നതാണ്. മാക്സിമം നമ്മളൊരു 2 മിനിറ്റ്സിൽ കൂടുതൽ പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യരുത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ജനറൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദ ഡിസ്ചാർജ് ടു ആൻ അക്യൂട്ട് കെയർ ഫെസിലിറ്റി. അപ്പം ഈ പ്രൊസീജിയറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിനെ അക്യൂട്ട് കെയർ ഫെസിലിറ്റിയിലോട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ജനറൽ റിക്വയർമെൻറ്റ്സ് ആണോ? അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പറയുന്നത്. ബി എന്ന് പറയുമ്പോൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്റ്റാഫ് ഡ്യൂറിങ് എനി ഡിസ്ചാർജ്. ഡിസ്ചാർജിൻ്റെ ടൈമിലുള്ള സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണോ ഈ പ്രൊസീജിയറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽസ് ഡ്യൂറിങ് അഡ്മിഷൻ. അതായത് ഒരു അഡ്മിഷൻ്റെ ടൈമിൽ 2 ഹോസ്പിറ്റൽസ് തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണോ ഇവിടെ പറയുന്നത്. അപ്പം ഇതിലേതാണ് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽസ്? അതായത് 2 ഹോസ്പിറ്റൽസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണോ ഇവിടെ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പാരഗ്രാഫിലോട്ട് പോവുകയാണ്. പാരഗ്രാഫിൽ പറയുന്നത് ഓൾ ട്രാൻസ്ഫർ റിക്വയർ കൺസെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഓർ ഹിസ് ഓർ ഹർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഏതൊരു പേഷ്യൻറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും പേഷ്യൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. എല്ലാ പേഷ്യൻറ്റിൻ്റെയും, ഓൾ പേഷ്യൻ്റ് എന്നാണ് പറയുന്നത്. ഓൾ പേഷ്യൻസ് റിക്വയർ കൺസെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഓർ ഹിസ് ഓർ ഹർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അടുത്ത സെൻറ്റൻസ് പറയുന്നത് appropriate arrangements between this hospital and the receiving facility must be communicated in advance, and the receiving facility and the physicians at the facility must accept the patient. അവിടെ എന്താണ് പറയുന്നത്?
Appropriate arrangements between the hospitals and the receiving facility must be കമ്മ്യൂണിക്കേറ്റഡ് ഇൻ അഡ്വാൻസ്. അതായത് നേരത്തെ കൂട്ടി തന്നെ നമ്മൾ ഷിഫ്റ്റിംഗ് ഹോസ്പിറ്റലും റിസീവിംഗ് ഹോസ്പിറ്റലും തമ്മിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യണം നേരത്തെ തന്നെ. പിന്നെ പറയുന്നത് റിസീവിംഗ് ഫെസിലിറ്റിയിലെ ഫിസിഷ്യൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ മസ്റ്റായിട്ടും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ all the patient medical information necessary to ensure the continuity of care must accompany the patient. അതായത് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ പേഷ്യൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയറിന് ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. പെർട്ടിനൻ്റ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം പെർട്ടിനൻ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇൻഫർമേഷനും നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ദ മെഡിക്കൽ റെക്കോർഡ് ഷുഡ് റിഫ്ലക്റ്റ് എ notation as to the type of medical information that accompanied the patient, such as discharge summary, radiology and the laboratory reports etc. അപ്പം ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെർട്ടിനൻറ്റ് മെഡിക്കൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഡിസ്ചാർജ് സമ്മറി, റേഡിയോളജി റിപ്പോർട്ട്, ലബോറട്ടറി റിപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൊടുത്തു വിടണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് അപ്രോപ്രിയേറ്റ് സ്റ്റാഫ് ആൻഡ് ദ എക്യുപ്മെൻറ്റ് മസ്റ്റ് അക്കമ്പനി ദ പേഷ്യൻറ്റ് ടു ദ റിസീവിംഗ് ഫെസിലിറ്റി ടു അഷ്യൂർ ദ പേഷ്യൻറ്റ് സേഫ്റ്റി. ഇത് കൂടാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെയും എക്യുപ്മെൻറ്റിനെയും പേഷ്യൻ്റെ കൂടെ നമ്മൾ കൊടുത്തുവിടണം. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. ഇത്രയും വായിച്ചതിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ ആൻസറിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. നമുക്ക് ആദ്യം സി ഓപ്ഷൻ നോക്കാം. ദ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ഡ്യൂറിങ് അഡ്മിഷൻ. അതായത് അഡ്മിഷൻ്റെ ടൈമിൽ എന്തൊക്കെ ഇൻഫർമേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണോ ഇതിനകത്ത് പറയുന്നത്, അതാണോ ഇതിൻ്റെ പേർപ്പസ്. ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്റ്റാഫ് ഡ്യൂറിങ് എനി ഡിസ്ചാർജിൻ്റെ ടൈമിലുള്ള സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതാണോ നമ്മുടെ പാരഗ്രാഫിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ഈ പ്രൊസീജിയറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് ജനറൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ആൻ അക്യൂട്ട് കെയർ ഫെസിലിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എങ്ങനെ നമുക്ക് ബിയും സിയും എലിമിനേറ്റ് ചെയ്യാം? ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജനറൽ റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് ബി എന്ന് പറയുമ്പോൾ അതിൽ ഒരു റിക്വയർമെൻറ്റ് മാത്രമാണ്. ബിയും സിയും എന്ന് പറയുന്നത് ഓരോ റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളേ ഒരു പാരഗ്രാഫിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മളൊരു ഫെസിലിറ്റിയിൽ നിന്നും മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ബിയും സിയും എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ കാര്യങ്ങൾ മാത്രമാണ്. എ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൊത്തത്തിലുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, മൊത്തത്തിലുള്ള ഒരു കാര്യമല്ലേ നമ്മുടെ ആൻസറായിട്ട് വരിക. അതിൻ്റെ പേർപ്പസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു പേർപ്പസ് മാത്രം, ഒരു കാര്യം മാത്രമാണ് ഈ സ്റ്റാഫിന് ആവശ്യമുണ്ടെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതും. നമ്മളൊരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കൺസെൻ്റ് എടുക്കണം. പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ കൂട്ടി നമ്മൾ അവരെ അറിയിക്കുകയും അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം ആവശ്യമായ പേഷ്യൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഷിഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫും എക്യുപ്മെൻറ്റും ഷിഫ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടതാണ്. ബിയും സിയും പറഞ്ഞത് എന്താണ്, അതിനകത്ത് ഓരോ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയാണ് നമ്മൾ പേർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യുന്നത്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വേറെ ഞാൻ നെക്സ്റ്റ് പാർട്ട് 2 പാർട്ട് 3 എന്നുള്ള രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് എടുത്ത് ചെയ്യാം. താങ്ക് യു.